എടാ ദിസ് ഈസ് ഇതിൻ. അങ്ങനെ ഇന്ന് മെയ് ലാസ്റ്റായി, നാളെ ജൂൺ തുടങ്ങുകയാണ്. സോ സ്കൂളും എല്ലാമൊക്കെ നാളെ തൊട്ട് വീണ്ടും റീ ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ കമ്മിങ് ടു ഇതിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഓൾറെഡി സ്പൈഡറിനോട് സംസാരിച്ചുകൊണ്ട് ഇന്ന് വേറെ സിനിമയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സീരീസിനെ പറ്റിയിട്ടോ വേറെ വീഡിയോ ഒന്നും ചെയ്യേണ്ട എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ സിനിമകൾ കാണാനുള്ള ഒരു പ്ലാനും ഇല്ല, മൊത്തത്തിലൊരു ലേസി സൺഡേ എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴേക്കും ഞാൻ യൂട്യൂബ് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് നമ്മളെ വിജയ് ദേവരെ കൊണ്ടുവരാ ടാക്സി വാല എന്ന പടത്തിൽ ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ ശരി, നമുക്ക് എന്നാൽ ഒന്ന് കാണാം, കുറേ കാലമായില്ലേ. ഞാൻ ആ പടം ഇറങ്ങിയ ടൈമിൽ കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ പടം ഇരുന്ന് കണ്ടു. എന്ന് വെച്ചാൽ അന്ന് കണ്ട അതേ ഒരു അഭിപ്രായം തന്നെയാണ് ഇന്നും ഉള്ളത്. എന്ന് വെച്ചാൽ കൊള്ളാം, ഭയങ്കര സാധനമല്ല, കൊള്ളാം. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഒരു ഫ്ലാഷ് ബാക്ക് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പം ആ ഒരു ഗ്രാഫ് പയ്യെ അങ്ങ് ഇടിഞ്ഞു പോയത്. ഹൊറർ കോമഡി ആ ഒരു ജോണറാണല്ലോ. ഇതിപ്പം പടത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റീവാച്ച് ചെയ്തതിനെ പറ്റിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുള്ളിക്കാരൻ്റെ ആ കരിയർ, ആ ഒരു ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞതിനെ പറ്റിയിട്ട് എന്നാൽ സംസാരിക്കാം, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, സോ അങ്ങനെ ടാക്സി വാല കണ്ടു. അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്ത് നോക്കി, ലൈക്ക് പുള്ളിക്കാരൻ്റെ ഫിലിമിയോഗ്രഫി എടുത്ത് ഞാൻ നോക്കിയപ്പം അതാണ് ആശാൻ്റെ കരിയറിലെ അവസാന ഹിറ്റ് 2018 വന്നത്. അതുമാത്രമല്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതിനകത്ത് ജേക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇപ്പോഴാണ് അറിയണത് കേട്ടോ. അങ്ങനെ ഓക്കെ, അത് കഴിഞ്ഞു. ടാക്സി വാല കഴിഞ്ഞ് അണ്ണൻ്റെ ബോംബുകളുടെ കമനീയ ശേഖരങ്ങൾ തുടങ്ങി. ആദ്യ ബോംബ്, രണ്ടാം ബോംബ്, മൂന്നെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ജഗതി ശ്രീകുമാർ ഒരു പടത്തിൽ കാണിക്കുമല്ലോ, എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കണ പോലെ ആക്ഷൻ കാണിക്കണ. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ അടുത്ത പടം വന്ന് ഡിയർ കോംറേഡ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. കാരണം കൊള്ളാം, നല്ല പടമായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. അന്ന് അത് ഞാൻ തിയേറ്ററിൽ വന്ന സമയത്ത് ഞാൻ എൻ്റെ മലയാളം തമിഴും ഞാൻ കണ്ടിട്ടുണ്ട്. തെലുങ്ക് ഞാൻ അന്ന് കണ്ട് തിയേറ്ററിൽ ഞാൻ കണ്ടു തുടങ്ങിയിട്ടില്ലായിരുന്നു. സോ OTT വന്നപ്പോൾ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതിന് ശേഷം ഇതും നല്ല പടമായിരുന്നു. ബോംബുകൾ തുടങ്ങുന്നത് ഇനിയാണ്. ബോംബുകളുടെ അല്ലെങ്കിൽ ഗർഭം കലക്കികളുടെ കമനീയ ശേഖരണം. ശേഖരം. വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അങ്ങനെ അതിനുശേഷം വേൾഡ് ഫേമസ് ലവർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാട്ടപരാധം കൊണ്ടിറക്കി. എന്തപരാധമാണ് പടച്ചു വെച്ചേക്കണമെന്ന് അത് കണ്ടു തീർക്കാനൊക്കെ ഇതിനെപ്പറ്റി ഞാൻ ഒരു നിമിഷം ഓർത്തു പോവുകയാണ്. അതങ്ങനെ ഒരു അപരാധിച്ച പടം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഗസ്റ്റ് റോള് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങുന്നില്ല, മെയിൻ പടങ്ങളാണ്. അതിനുശേഷം ലൈഗർ. എൻ്റെ പൊന്നെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എന്നുവെച്ചാൽ ആദ്യ ദിവസം തന്നെ റിവ്യൂസ് വന്ന് തുടങ്ങി. എന്നുവെച്ചാൽ ഞാൻ തെലുങ്കിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. എനിക്കന്ന് ഈവനിങ് ഷോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാരൻ എന്നെ പിടിച്ചേറി നിർത്തിയതൊക്കെ ഞാൻ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഞാൻ എന്തിനു പോയി കണ്ടു എന്നുള്ളത്. എനിക്കെന്നാണെങ്കിൽ ആ തിയേറ്ററിൽ അപ്പം ക്യാൻസലേഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ നിവർത്തിയില്ലാതെ പോയി കണ്ടു. പൈസ കൊടുത്തതിൻ്റെ പേരിലാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഇറങ്ങി ഓടാൻ വരെ തോന്നിയ ആ മറ്റൊരു അപരാധിച്ച കമനീയ ബോംബ് ശേഖരണം. അങ്ങനെ അതിനുശേഷം ഖുഷി എന്ന് പറഞ്ഞൊരു പടം വന്ന് സമന്തയൊക്കെ ആയിട്ടുള്ളത്. 10 കാശിന് കൊള്ളാത്ത എന്തൊക്കെയോ ക്രിഞ്ചുകൾ കോർത്തിണക്കിയ മറ്റൊരു ഗുണ്ട് സാധനം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നെയോ ശേഷമോ എന്തോ ആണ് കൽക്കി വന്നത്. കൽക്കിയിലെ റോള് ഓനെ കിടിലം. അതാണ് പറഞ്ഞത്, നമ്മൾ ആ ഒരു ഗസ്റ്റ് റോളിലോട്ട് ആഴ്ന്നിറങ്ങി പോകണില്ല. പക്ഷേ ഈ ഇടക്കാലത്ത് ആ ബോംബുകളിലുള്ള നല്ലൊരു ആശ്വാസമായിരുന്നു ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ. സെറ്റായിരുന്നു. സോ അങ്ങനെ അതിനുശേഷം വേറൊരു സാധനം വന്നതിൻ്റെ ഇടയ്ക്ക് ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് പൊന്നളിയ എച്ചി എന്ന് വെച്ചാൽ എച്ചി ഇതുപോലെ വേറെ കാണൂല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സീനുണ്ടെന്ന് പറഞ്ഞാൽ ദോശ മറ്റേ VFXൽ ദോശ ഇട്ടിങ്ങനെ ഊതി അണ്ണൻ്റെ സ്റ്റൈലിൽ മറ്റേ ഊതി വിടും പോലെ, കിസ് അടിക്കും പോലെ ഇതുപോലെ ഒരു VFX ദോശ എടുത്ത് അങ്ങ് പറത്തി വിടും. എച്ചി എന്ന് വെച്ചാൽ എച്ചി. മറ്റേ പെട്രോൾ 23 കുടുംബയ്ക്ക് അടിക്കുന്നു, സ്റ്റെയർ കയറാൻ വയ്യ, എന്ന് വെച്ചാൽ ലിഫ്റ്റ് ഈ പറഞ്ഞ പോലെ കയറാൻ വയ്യാത്തതുകൊണ്ട് സ്റ്റെയറിൽ ഇറങ്ങി ഓടുന്നു. വീട്ടിൽ മാസം പിള്ളേർക്ക് തുച്ഛമായ പൈസയ്ക്ക് ഊട്ടുന്നു. പറഞ്ഞാൽ മറ്റേ അണ്ണൻ കുടുംബം നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഒരു എച്ചി പടം. സോ അതിനുശേഷം വന്ന കിങ്ഡം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വർക്ക്. ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടതായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും എൻ്റെ ബ്രദർ അടക്കം 6 പേരായിരുന്നു ഫസ്റ്റ് ഡേ ആ ഒരു ഷോയ്ക്ക് ഉണ്ടായിരുന്നത് തെലുങ്കിന്. സോ എനിക്കിഷ്ടപ്പെട്ട പടമാണ്. അത് മാത്രമല്ല, എനിക്ക് ആ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ വാലയ്യ അല്ല ആയിരിക്കണം അണ്ണ മറ്റേ ചൂണ്ട് ഈ വിരലിനകത്ത് അണ്ണ മറ്റേ ഒരു കപ്പൽ അതിനകത്ത് വലിക്കുന്ന സീനുണ്ട്. ദേവരുണ്ട്. അണ്ണനായിരുന്നെങ്കിൽ ഇങ്ങനെ വലിച്ചേനെ. അണ്ണൻ വലിച്ച ഭൂമി തന്നെ അണ്ണൻ്റെ കാലിൻ്റെ ഇടയിൽ അല്ല, അങ്ങനെ എൻ്റെ കയ്യിലെ ഇടയിൽ കിടന്ന് കറങ്ങും. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അൺഫോർച്ചുനേറ്റ്ലി അതും ബോംബായിപ്പോയി. പക്ഷെ അത് ഒരു ഹിറ്റ് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ, അതായത് ആ ഡയറക്ടറിൻ്റെ പ്രീവിയസ് പടമായിട്ടുള്ള ജേഴ്സിയുടെ അടുത്തൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും സ്റ്റിൽ ആ പടം ഒരു ഹിറ്റ് ഡിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി പറഞ്ഞ 2 പടത്തിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും എനിക്കില്ല. റൗഡി ജനാർദ്ദന പിന്നെ ഇത് രണബാല്യ എന്തോ ഈ 2 എണ്ണം മറ്റേ അറ്റേ ടൈമിൽ 2 പടം ഷൂട്ട് ചെയ്തേക്കണെയാണ്. രാവിലെ ഒരെണ്ണത്തിന് ഷൂട്ടിങ് പോകും, വൈകിട്ട് വേറെണ്ണത്തിന് ഷൂട്ടിങ് പോകും. ഇതുപോലെ രാവിലെയും വൈകിട്ടും ഷൂട്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറിനെ, ശങ്കർ അണ്ണനെ ഞാൻ ഈ നിമിഷം ഓർത്തു പോവുകയാണ്. 2 ബോംബുകൾ അറ്റേ ടൈമിൽ പടച്ചു വിട്ടത്. രാവിലെ ഇന്ത്യൻ 2, വൈകിട്ട് ഗെയിം ചേഞ്ചർ. ഒന്ന് ഗർഭം കലക്കിയെങ്കിൽ 2 മാരകമുണ്ട്. ആ ലെവൽ സാധനങ്ങൾ. ഓക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇനി ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് പുള്ളിക്കാരൻ്റെ അടുത്തൊരു പടം ശൗര്യ വന്നു, അങ്ങനെ എന്തോആണ് ഡയറക്ടറുടെ പേര്, പുള്ളിക്കാരനുമായിട്ടൊരു കോംബോ ഒരു സാധനമുണ്ട്. അതിലെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ബിക്കോസ് ലൈക്ക് പുള്ളിക്കാരൻ നാനീര ഹായ്നാന പടത്തിൻ്റെ ഡയറക്ടറാണ്. എനിക്ക് ആ ഒരു പടത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. സോ ഈ പറഞ്ഞ പോലെ അർജുൻ റെഡ്ഡി എന്ന് തുടങ്ങി, അർജുൻ റെഡ്ഡി എന്നൊക്കെ കണ്ട ഈ എൻ്റെ പൊന്നെ നിങ്ങളെ മറ്റേ റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയൂലേ, അത് തന്നെ കാട്ട് ക്രിഞ്ച് സാധനം. അതിനുശേഷം അണ്ണൻ്റെ കരിയർ ഇങ്ങനെ കയറി വന്ന് 2018 നിന്ന് കുത്തനെ ചർക്കി അടിച്ച് വീണ ഒരു പരിപാടിയായിരുന്നു അത്. സോ ഇനിയെങ്കിലും കയറി വരുമെന്ന് കണ്ടറിയാം. അപ്പം ഇതാണ് ബോംബുകളുടെ കമനീയ ശേഖരം. സോ അതിനെപ്പറ്റി എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അണ്ണൻ്റെ തൊലഞ്ഞ കരിയർ ഡിസ്കഷൻ. അണ്ണൻ്റെ തൊലഞ്ഞ കരിയർ ഗ്രാഫ്.